സിനിമാ നടൻ ദിലീപിന് സാമൂഹ്യ ബോയ്ക്കോട്ട് വരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ കുറ്റവിമുക്തനാക്കിയ ശേഷം പൊതുജനങ്ങൾ പൊതുവെ ആ വിധിയെ അനുകൂലിക്കുന്നില്ല എന്നാണ്. ഈ സാമൂഹ്യ ബോയ്ക്കോട്ടിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ സഞ്ചരിച്ച ഒരു പെൺകുട്ടി, അവർ തിരുവനന്തപുരത്ത് പോയ ഫാസ്റ്റ് പാസഞ്ചറിൽ സഞ്ചരിക്കുമ്പോൾ ദിലീപിൻ്റെ ഒരു സിനിമ CD ബസ്സിനകത്തിട്ടു. അത് ആൾക്കാർ കാണാൻ തുടങ്ങി. തിരുവനന്തപുരത്തെ ഗവേഷക വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി അത് കണ്ടിട്ട് അത് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. ലക്ഷ്മി R. ശേഖർ എന്ന പെൺകുട്ടിയാണ് അത് കണ്ടക്ടറുടെ അടുത്ത് പറഞ്ഞത് അത് വെക്കാൻ പാടില്ല. അത് കണ്ടക്ടർ അപ്പം ആ യാത്ര ചെയ്ത ബസ്സിലെ മറ്റ് ജീവനക്കാരോട് ചോദിച്ചു, മറ്റ് യാത്രക്കാരോട് ചോദിച്ചു. അവരും എതിർപ്പ് പറഞ്ഞു. അയാളത് ചിലർ മാത്രം അയാളെ വെറുതെ വിട്ടതല്ലേ എന്നിവിടെ പറഞ്ഞു. എങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് അത് ഓഫ് ചെയ്തു. അതൊരു സാമൂഹ്യ ബോയ്ക്കോട്ട് തന്നെയാണ്. സിനിമ മുഴുവൻ ബോയ്ക്കോട്ട് ചെയ്ത് കളയും. കാരണം സിനിമ ഇനി ദിലീപിൻ്റെ പ്രദർശന സ്ഥലത്ത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവും എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടക്ടർ അത് ബുദ്ധിപൂർവ്വം അത് ഓഫ് ചെയ്തുകൊണ്ട് ആ സംഭവം വലിയ പ്രശ്നമില്ലാതെ പോയി. പക്ഷേ ഒരു സാമൂഹ്യമായ ഒരു ബോയ്ക്കോട്ടിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ എറണാകുളത്തെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ അവിടുത്തെ ഉത്സവത്തിൻ്റെ ടിക്കറ്റ് വിൽക്കുന്നതിന് അത് ദിലീപിനെ ആയിരുന്നു ക്ഷണിച്ചത്. ദിലീപ് സ്ഥിരമായി പോകുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ ഉപദേശ സമിതിയിലെ അശോക് കുമാർ അദ്ദേഹത്തിൻ്റെ ആ ടിക്കറ്റ് റിലീസ് ഒഴിവാക്കി എന്ന് പറയുന്നു. കാരണം അത് ദിലീപ് തന്നെ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ സാമൂഹ്യമായ ഒരു ബോയ്ക്കോട്ട് വരുന്നുണ്ട്. കാരണം കോടതിയുടെ വിധി കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല, ഭൂരിപക്ഷം ജനങ്ങളുമില്ല. അദ്ദേഹത്തിൻ്റെ ഫാൻസുകൾ അംഗീകരിക്കുമായിരിക്കാം. പക്ഷേ ഇവിടുത്തെ സമൂഹത്തിലുള്ള ഒരു വ്യക്തിയും ആ വിധിയോട് യോജിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വിധിയിൽ കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് അതിജീവിതയും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയും പറഞ്ഞു, WCC പറഞ്ഞു, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയേതര പ്രവർത്തകർ പറഞ്ഞു. ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇതിനോട് വിയോജിച്ചിട്ടുണ്ട് വിധിയോട്. 120B ഗൂഢാലോചനയ്ക്ക് ആവശ്യമായ തെളിവുകൾ കോടതിന് മുമ്പിൽ ഉണ്ടായിട്ടും അത് കോടതി പരിഗണിച്ചില്ല. ദിലീപിനെ സഹായിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും കോടതിയുടെ രീതിയിലുള്ള അസസ്മെൻറ്റ് തെളിവുകളുടെ പുറത്ത് നോക്കി അത് പരിശോധിച്ചു. അത് മതിയായ തെളിവല്ല എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. 1711 പേജുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പികളൊക്കെ ഇപ്പോൾ സാമൂഹ്യ സ്ഥലത്ത് അത് പ്രചരിക്കുന്നു. ആൾക്കാരത് വായിച്ചു നോക്കി മനസ്സിലാക്കുന്നു. കോടതിയുടെ റീഡിങ്, ഇൻ്റർപ്രിട്ടേഷൻ അത് അത്ര ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ കുറ്റമറ്റ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു അത് ആ രീതിയിൽ കോടതി അംഗീകരിച്ചില്ല. വളരെയധികം തെളിവുകൾ 120Bക്ക് ഗൂഢാലോചനയ്ക്ക് പോലീസ് ഹാജരാക്കിയെങ്കിലും അതിന് പരസ്പര ബന്ധമില്ല. ആ തെളിവുകളെല്ലാം കള്ളത്തെളിവാണ് എന്നുള്ള, ഫാബ്രിക്കേറ്റർ ആണ് എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. പൊതുവേ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കേരളത്തിലെ ഇത്ര നികൃഷ്ടമായ, നിഷ്ഠൂരമായ, ക്രൂരമായ ഒരു സംഭവത്തെ പോലീസ് അതേ തീവ്രതയെ കണ്ടു, അതിനുള്ള എവിഡൻസ് കോടതിയിൽ ഹാജരാക്കി, അത് മറ്റു തരത്തിലെ വീക്ഷണകോണം മാറ്റി മറ്റു തരത്തിൽ കോടതി അത് കണക്കാക്കി. ആ 120Bയിൽ ഉൾപ്പെട്ടയാളെ വെറുതെ വിട്ടെന്നുള്ള ധാർമ്മികത മനുഷ്യനുണ്ട്, സമൂഹത്തിനുണ്ട്. അവരെല്ലാവരും ശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.